ഔദ്യോഗികമായി ലോഞ്ച് ചെയ്യുന്ന മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന ദേവികുളം സബ് കളക്ടർ ശ്രീ രാഹുൽ കൃഷ്ണ ശർമ്മ IAS, ഈ പ്രോജക്ട് ഔദ്യോഗികമായി ലോഞ്ച് ചെയ്യുന്ന നബാർഡിന്റെ ജനറൽ മാനേജർ ശ്രീ R ശങ്കർ നാരായണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഉഷ ഹെൻറി, ഫാമിലി കാർഡ് വിതരണം നിർവഹിക്കുന്ന വൈൽഡ് ലൈഫ് വാർഡൻ മൂന്നാർ ശ്രീ വിനോദ് SB, ഇടുക്കി രൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ, ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ മാത്യു തടത്തിൽ, ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ശ്രീ മണികണ്ഠൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിജയ് കാളിദാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ അരുൾ ജ്യോതി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സത്യവതി, DDM നബാർഡ് ഇടുക്കി ശ്രീ അജീഷ് ബാലു, വാർഡ് മെമ്പർ ശ്രീമതി അശ്വതി, വികാരി ഫാദർ ജോസഫ് വെളിഞ്ഞാൽ, ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ശ്രീ സുരേഷ് കുമാർ, റേഞ്ച് ഓഫീസർ ശ്രീ നിതിൻ ലാൽ S, കോഓപ്പറേറ്റീവ് ബാങ്ക് മറയൂർ പ്രസിഡന്റ് മിസ്റ്റർ ആൻസി ആന്റണി, കോഓപ്പറേറ്റീവ് ബാങ്ക് മറയൂർ സെക്രട്ടറി ശ്രീ ജോർജ് കുഞ്ഞപ്പൻ, കുമാരി പ്രിയ പീറ്റർ, ശ്രീ സൂര്യൻ വില്ലേജ് പ്ലാനിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജോമോൻ തോമസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വേദിയിലുള്ള പ്രിയപ്പെട്ട ആദരണീയനായ കാണിമാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഒരു പുതിയ സംരംഭമാണ് നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടും സഹകരണത്തോടും കൂടി ഈ മറയൂർ മേഖലയിൽ ഏതാനും ആദിവാസി ഊരുകളെ ഒന്നിച്ചു ചേർത്ത് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പഠിച്ച് കാർഷിക മേഖലയിൽ സഹായിച്ച് സ്വയം പര്യാപ്തതയിലെത്തിക്കുവാനുള്ള ഈ ഒരു പരിശ്രമം HDS ഇടുക്കി രൂപതയുടെ, ഇടുക്കി കത്തോലിക്ക രൂപതയുടെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഏജൻസിയാണ്. കഴിഞ്ഞ 18 വർഷങ്ങളായി ഇടുക്കിയുടെ മലയോര മേഖലയിൽ ആദിവാസി മേഖലകൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്ന ഒരു ഏജൻസിയാണ് ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി. മറയൂർ മേഖലയിൽ മുൻ കാലഘട്ടങ്ങളിലും നബാർഡിന്റെ സഹകരണത്തോടുകൂടി ഈ ഡെവലപ്മെന്റ് ഏജൻസി വലിയ പ്രവർത്തനങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നബാർഡിന്റെ വലിയൊരു വിശ്വാസ്യത ഈ ഏജൻസി നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനു മുമ്പ് ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ ഡയറക്ടർ ആയിരുന്നപ്പോൾ നബാർഡിന്റെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള നോഡൽ ഏജൻസിക്കുള്ള അവാർഡ് HDS നേടിയെടുത്തത് ഇത്തരണത്തിൽ അനുസ്മരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങളെ കുറിച്ച് സ്വാഗത പ്രസംഗത്തിനും ഉദ്ഘാടന പ്രസംഗത്തിനും എല്ലാം നമ്മൾ കേട്ടു. നിരവധി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജനമാണ് ഇടുക്കിയിലേത്. അതിൽ തന്നെ ആദിവാസി മേഖലകളിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. ട്രൈബൽ ഡെവലപ്മെന്റിന് വേണ്ടി നീക്കിവെക്കുന്ന ഫണ്ട് കൃത്യമായി ആ വ്യക്തി അവരിൽ എത്തുകയും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ കൊണ്ടുവരികയും ഒക്കെ ചെയ്യുവാനായിട്ട് നിരവധി പ്രവർത്തനങ്ങൾ നിർവഹിക്കപ്പെടുന്നുണ്ട്. ഇത് കൂടുതൽ ക്രിയാത്മകമാകണമെന്നാണ് എനിക്ക് ഇതിന്റെ ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിക്കുവാനായിട്ടുള്ളത്. HDS കാർഷിക മേഖലയിൽ ഇപ്രകാരമുള്ള ഒരു പ്രവർത്തനം ഈ ട്രൈബൽ ഏരിയയിൽ നിർവഹിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ആദിവാസി സഹോദരി സഹോദരന്മാരെ സ്വയം പര്യാപ്തതയുടെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതിലൂടെ
അവരുടെ കുഞ്ഞുങ്ങൾ മികച്ച വിദ്യാഭ്യാസം നേടി മുന്നോട്ട് പോകുവാനായിട്ട് ഇടവരും. കേരളത്തിലെ ആദിവാസി മേഖലകളെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസപരമായി കൂടുതൽ മുന്നോട്ട് വന്നിട്ടുള്ള സമൂഹങ്ങൾ മറ്റ് സമൂഹങ്ങളെക്കാൾ മുന്നിട്ട് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് തികച്ചും അഭിമാനം അർഹിക്കുന്ന ഒരു നേട്ടമാണ്. ആ ഒരു നേട്ടം ഈ മറയൂരിലെ ആദിവാസി ഊരുകൾക്കും സ്വായത്തമാകണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. നബാർഡിനെ പ്രത്യേകമായിട്ട് HDSന്റെ പേരിലുള്ള കൃതജ്ഞത അറിയിക്കുകയാണ്. കാരണം നബാർഡ് HDSന് ഈ വലിയ പ്രോജക്റ്റ് ഏൽപ്പിച്ചതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ഇടപെടൽ നിർവഹിക്കുവാനായിട്ട് കഴിയുന്നത്. അതോടൊപ്പം ബഹുമാനപ്പെട്ട സബ് കളക്ടറോടും MDയോടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോടും ഇടുക്കിയിലെ കർഷകരുടെ വേദനകൾ കൂടി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് വന്യജീവി ശല്യം ഏറ്റവും രൂക്ഷമായ പ്രദേശങ്ങളാണ് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന കൃഷിസ്ഥലങ്ങൾ. ഈ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇവിടെ കാപ്പിയും കുരുമുളകും മറ്റ് ഇടവിളകളും കുറുമ്പുല്ലും വാഴയും ഒക്കെ വളർത്തുമ്പോൾ അത് വന്യജീവികൾ വന്ന് അത് നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതം ഒരിക്കലും സ്വയം പര്യാപ്തമാവുകയില്ല. അതുകൊണ്ട് നമ്മൾ നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളിൽ വലിയ ദീർഘവീക്ഷണവും അതുപോലെ തന്നെ ക്രിയാത്മകമായ ഇടപെടലും സർവോപരി മനുഷ്യ മഹാത്മത്തിലുള്ള മനുഷ്യരോടുള്ള ബഹുമാനത്തിൽ അടങ്ങിയിരിക്കുന്ന ഇടപെടലുകളെല്ലാം ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന നബാർഡിനെ ഇടുക്കി രൂപതയുടെ പേരിൽ അഭിനന്ദിച്ചുകൊണ്ട്, ഇതേറ്റ് നടത്തുന്ന HDSനെ അഭിനന്ദിച്ചുകൊണ്ട്, ഇതിന് പിന്തുണ പ്രഖ്യാപിക്കുവാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥ മേഖലയിലുള്ള രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകളെ പ്രത്യേകമായി നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം.